ചൊക്കന മുപ്ലി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം തടയാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും കർഷകരും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. ജനകീയ സമിതിക്ക് രൂപം നൽകി പ്രദേശവാസികൾ. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പെന്ന നിലയിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു വക നടപടികളും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ വരുന്ന 23-ാം തീയതി കാലത്ത് ചാലക്കുടി മേൽപ്പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ സമീപ പ്രദേശത്തെ കർഷകരും സഹകരിച്ചാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചൊക്കന മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി 100-ലേറെ കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നുന്നതിനാൽ മരങ്ങളും നശിച്ചുപോവുകയാണ്. ചൊക്കന, കാരിക്കടവ്, മുപ്ലി പ്രദേശങ്ങളിൽ മാത്രം 100-ലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഒരു 5 വർഷം മുമ്പ് വരെ 3-4 ആനകളുണ്ടായത് ഇപ്പോൾ 60-70 ആനകൾ ഓരോ ദിവസവും തോട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം മേഖല മാത്രമല്ല, അടുത്തുള്ള കൃഷി സ്ഥലങ്ങൾ എല്ലാം ആനയും പുലിയും അങ്ങനെ വന്യമൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് അധികാര കേന്ദ്രങ്ങളോ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. വന്യമൃഗങ്ങളെ ഭയന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായ സ്ഥിതിയാണ് നായാട്ടുകുണ്ട് ചൊക്കന മേഖലയിലുള്ളത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിട്ടുവരാനും പോകുമ്പോഴെല്ലാം റോട്ടിലും റോഡിന്റെ ഇരുവശങ്ങളിലും ആനകളുടെ നിൽപ്പ്, അത് ഞങ്ങളെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 23-ന് ചാലക്കുടി DFO ഓഫീസിലേക്ക് പ്രദേശവാസികൾ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിക്കും. TCV ന്യൂസ്, കൊടകര.